മച്ചാമാരെ നോക്കി ഒരു ഫോർച്യൂണർ കൊടുക്കണ്ടേ. ഹായ് ഏട്ടാ. നമസ്കാരം. നമസ്കാരം. വേറെ എന്ന് പറഞ്ഞേ. എൻ്റെ സിജോ. സിജോ, നമ്മുടെ ലൊക്കേഷൻ എവിടെയാ? ലൊക്കേഷൻ അങ്കമാലി. അങ്കമാലി അല്ലേ? എയർപോർട്ടിൻ്റെ പുറകിൽ അല്ലേ? അപ്പോൾ നമ്മുടെ വണ്ടി കൊടുക്കാനുള്ള വണ്ടിയല്ലേ? അതെ. ഏതാ മോഡൽ ഏതാ വണ്ടി? ഇത് 2012 ജൂലൈ 12 മോഡലല്ലേ? ജൂലൈ മാസം വണ്ടി. ജൂലൈ മാസം വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എത്ര? 1,60,000 കിലോമീറ്റർ ഓടി. 160 അല്ലേ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 4x2 മാനുവൽ. ഓക്കെ. ഇത് പോയി എടുത്ത വണ്ടിയാണോ അവിടെ? ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ തന്നെ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ്. ബൈ റോഡ് ഞങ്ങൾ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ആണ്? ഒരു 1400-1500 കിലോമീറ്റർ ഞങ്ങൾ കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ്. ഫുൾ ഗ്യാരണ്ടി. ഫുൾ ഞങ്ങൾ വണ്ടിയെല്ലാം നോക്കിയിട്ട്, വണ്ടിയുടെ ടെക്നീഷ്യൻസ് ആണ്, വണ്ടി നോക്കിയിട്ട് എല്ലാ രീതിയിലും ചെക്ക് ചെയ്ത വണ്ടിയാണ് ഈ വണ്ടി. ഒരു തട്ടലോ മുട്ടലോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അതോടെ ഗ്ലാസ് മാറാത്ത വണ്ടിയല്ലേ? ഗ്ലാസ് എല്ലാം ഒറിജിനൽ ഇതാണ്. ഗ്ലാസ് ഒന്നും മാറി. ഈ വണ്ടി എല്ലാം ഫ്രണ്ട് ഗ്ലാസ് മാറി വരുന്നത്. അതെ. ഇതിന്റെ വണ്ടിയുടെ പ്രത്യേകത ഇതുവരെ ഇത് നോ ക്ലെയിം ആണ്. ഇതിന്റെ ക്ലെയിം ചെയ്തിട്ടില്ല. ഫുൾ കവറുള്ള വണ്ടിയല്ലേ? ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. 8 lakhs IDB ഉണ്ട്. പെയിന്റ് ഒക്കെ ആണെങ്കിലും പെയിന്റ് ചെറിയ ബമ്പറിനൊക്കെയുള്ള ചെറിയ തട്ടലോ മുട്ടലോ അല്ലാണ്ട് ബോഡിയൊക്കെ കമ്പനി പെയിന്റ് അല്ലേ വന്നേക്കുന്നത്? എല്ലാ കമ്പനി പെയിന്റ് അല്ലേ? ഓക്കെ. വണ്ടി ഒന്ന് മൊത്തമായിട്ട് കാണിച്ചു തരാം. നമുക്കൊരു ഷേപ്പുള്ള വണ്ടി കേട്ടോ. വണ്ടി മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഫുൾ വർക്കിംഗ് അല്ലേ? എല്ലാം ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാ ഫംഗ്ഷൻസും വർക്ക് ചെയ്യുന്നുണ്ട്. പെന്നി വർക്കൊന്നുമില്ല. എടുത്തൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒന്നും ചെയ്യാൻ ഓടിക്കാന്നേ ഉള്ളൂ. ഓടിക്കുക. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഒരു ധൈര്യമായിട്ട് എടുക്കാം. അല്ല, വണ്ടി കാണുമ്പോൾ അതിന്റെ അറിയാണ്ട് അറിയാണ്ട് വണ്ടിക്കകത്തെ ടയറൊക്കെ ആണെങ്കിലും 80% ടയർ ഉണ്ട്. അല്ലേ? 4 ടയർ കയറ്റിയുണ്ടല്ലേ? 4 ടയർ. ടയറൊന്നും മാറാൻ നിൽക്കണ്ട. ഗ്ലാസ്സൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരട്ടോ. നോക്കി, ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. എല്ലാം 12 ഗ്ലാസ് തന്നെ വന്നേക്കുന്നത് കേട്ടോ. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. വേറെ ഉള്ള തട്ടമുട്ട അങ്ങനെ ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഇതിന്റെ മെയിൻ ഗ്ലാസിന്റെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട് ഇവിടെ കണ്ടോ. ഇത് ഒറിജിനൽ ഗ്ലാസ് ആണ്, അതുകൊണ്ട് ഇത് മാറിയിട്ടില്ല. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്ത് തരാം. മാറേണ്ട ആവശ്യമില്ല. ഇത് ഒറിജിനൽ ഗ്ലാസ്സാ. ഈ കാണുന്ന കേട്ടോ. ജസ്റ്റ് ഒരു സ്പോട്ട് മാത്രമേ ഉള്ളൂ. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ടല്ലേ? എല്ലാം ഉണ്ട്. എല്ലാ ഫംഗ്ഷൻസും വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. ഇതൊക്കെ ഒരു പുറത്തുള്ള ലുക്ക്. വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് പോളിഷ് ചെയ്ത വണ്ടിയാണ് നമ്മളതോ? ഏതാ? നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ടോ വണ്ടി? ഇല്ല, ഞങ്ങൾ ജസ്റ്റ് വണ്ടി വാഷ് ചെയ്തിട്ടിരിക്കുന്നു അത്രേ. വാഷ് ചെയ്തിട്ടുള്ളൂ. നമ്മളായിട്ട് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. ഈ കണ്ടീഷനിൽ വന്ന വണ്ടിയാ? അതെ. ഇന്റീരിയർ കാണിച്ചു കേട്ടോ. ഇന്റീരിയറിലേക്ക് പോയാലും സീറ്റ് കറക്ക് വേറെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നീറ്റ് വണ്ടി കേട്ടോ. ഡാഷൊക്കെ ആണെങ്കിൽ പക്കയാ. ഒരു സ്റ്റീൽ വേറെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെക്കറോ കാണിച്ചു തരാം. സെക്കറോയിലേക്ക് വന്നാലും കണ്ടോ, നീറ്റ്. നമ്മൾ എടുക്കുമ്പോഴേ ഇതേ കണ്ടീഷനാണ് അല്ലേ? ഇതിന്റെ അഡീഷണൽ ഒരു ഫ്ലോർ മാറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 10,000 വിലയുള്ള ഫ്ലോർ മാറ്റാ. 3D അല്ലേ? 3D. ഇനി വണ്ടി ഒന്നേ സ്റ്റാർട്ടാക്കി നോക്കാം. കിലോമീറ്റർ 165. AC വന്നിട്ട് നോക്കിയാലോ? AC ആണല്ലേ? നല്ല ഗുളി ഉണ്ടല്ലേ? അല്ലേ? നല്ല വെയിലാണ് ഇവിടെ. നല്ല കരിഞ്ഞ വെയിലാ. ആ സമയത്തും നല്ല ഗുളിയുണ്ട്. നമ്മൾ AC വർക്കും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, ഒരു വർക്കും ഞങ്ങൾ ചെയ്തിട്ടില്ല. നമുക്ക് വണ്ടിയുടെ A to Z അറിയാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ കേസ് വരുന്നില്ല. ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കണേ. ഞങ്ങളെ ഒരു പാർട്ടിക്ക് അവിടെ നിന്ന് ഇടിച്ച വണ്ടിയോ അല്ലെങ്കിൽ കംപ്ലൈന്റ് ഉള്ള വണ്ടിയോ തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവർക്ക് അതുപോലെ നോക്കും. ഞങ്ങൾ അതേപോലെ നോക്കും. ഞങ്ങൾക്ക് അതുപോലെ അറിയാം വണ്ടിനെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് വണ്ടി കൊടുക്കുന്ന. എങ്ങനെ വേണമെങ്കിലും ആർക്കും വന്ന് നോക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാറുണ്ട്. ഫുൾ ഗ്യാരണ്ടിയാണ്. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സീറ്റിന്റെ ഫംഗ്ഷൻസ് ഒക്കെ വർക്കിംഗ് ആണ്. ഉണ്ടോ? സീറ്റ് ഇത് മോട്ടറൈസറാണ്. അവർക്ക് ഇത് ബാക്ക് മേളിലേക്ക് പൊങ്ങല്, സീറ്റ് റെസ്റ്റ് എല്ലാം വർക്കിംഗ് ആണ് ഇതിനകത്തല്ല. പിന്നെ അതുകൂടാണ്ട് അതിന്റെ എല്ലാ ഓട്ടോമാറ്റിക് സംഭവങ്ങളും ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തുന്ന സിസ്റ്റം അത് വർക്കിംഗ് ആണ്. ഫ്രണ്ടിലെ ഡൂമർ ലൈറ്റിന്റെ ഇതടിക്കുന്ന വെള്ളം അടിക്കുന്ന സിസ്റ്റം. അതുപോലെ ഈ വണ്ടിയുടെ പേസ്റ്റിംഗ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഇവിടത്തെ ആണെങ്കിലും ഫ്രണ്ടിലെ അകത്തൊക്കെ എല്ലാ പേസ്റ്റിംഗ് ഒന്നും ഇതിന്റെ പൊട്ടിച്ചിട്ടില്ല. അവിടെ ഒന്നും പേസ്റ്റിംഗ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. എല്ലാ കമ്പനി പേസ്റ്റിംഗ് ഉള്ള വണ്ടിയാണ്. അതുപോലെ നോക്കിയെടുത്ത വണ്ടിയാ. അതുപോലെ എല്ലാം നോക്കിയിട്ടേ വണ്ടി എടുക്കുള്ളൂ. എഞ്ചിൻ റൂമിലേക്ക് വന്നാലും എഞ്ചിൻ റൂം വാഷ് ചെയ്തായിരുന്നോ? ജസ്റ്റ് ഒന്ന് ഇത് അടിച്ചപ്പോ വാഷ് ചെയ്യുന്നല്ലാണ്ട് വേറെ അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഒല്ലിക്ക് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല. വിഷയമില്ല. ടൊയോട്ടയാണ്, അതൊന്നും കാണണമെന്നറിയാം. എങ്ങനെ ചോദിച്ചതേ ഉള്ളൂ. ബാറ്ററി പുതിയ ബാറ്ററിയാണോ? ഇല്ല, വണ്ടി എടുത്തപ്പോഴുള്ള ബാറ്ററിക്കൊന്നും കംപ്ലൈന്റ് ഇല്ല. അല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിൻ റൂമിന്റെ വിശേഷങ്ങൾ. വേറെ തട്ടമുട്ടി ഇടിയൊന്നും വരത്തേക്ക് വന്നിട്ടില്ല? ഇല്ല, എല്ലാം ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഇതിന്റെ സീലൊക്കെ അതേപോലെ തന്നെ ഉണ്ട്.
വേറെ വിഷയങ്ങളൊന്നുമില്ല. ഞങ്ങളത് നോക്കിയെടുക്കുന്ന ആൾക്കാരാ. പറയുമ്പോൾ എല്ലാം പറയണ്ടേ? കാണുന്നവർക്ക് വേണ്ടിട്ടേ ധൈര്യമായിട്ട് കൊടുക്കാം. എങ്ങനെയുള്ള ചെക്ക് എടുക്കാം. എഞ്ചിൻ റൂമൊക്കെ നീറ്റാട്ടോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാവോ? സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാറേ. ഈ റൈസ് ചെയ്യാവോ? ഓക്കെ 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 മതി മതി. ഹെഡ്ലൈറ്റ് എല്ലാം ഒറിജിനൽ ഹെഡ്ലൈറ്റാ. മാറിയില്ല അല്ലേ? മാറിയില്ല. 2 ഹെഡ്ലൈറ്റ് ഒറിജിനലാ. ഒറിജിനൽ തന്നെയാ. ഒറിജിനൽ തന്നെയാ. അതുപോലെ നോക്കിയോ, ബോണ്ടൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഒന്നും പേസ്റ്റിംഗ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. ബാഡ്ജിങ് എല്ലാം ഉണ്ട്. ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഇത്ര ലാസ്റ്റ് കാര്യം, ഈ വണ്ടി എന്നാ വിലക്ക് കൊടുക്കും? ഈ വണ്ടി ഇപ്പൊ നമ്പർ ആക്കിയിട്ടാണെങ്കിൽ, കേരള നമ്പർ ആക്കിയിട്ടാണെങ്കിൽ 1040 കൊടുക്കും. 1040. വിത്ത് NOC ആണെങ്കിലോ? വിത്ത് NOC. അവരുടെ പേരിലോട്ട് NOC, അവർ ആധാർ കാർഡൊക്കെ തരുവാണെങ്കിൽ അവരുടെ പേരിലോട്ട് NOC ആക്കിയിട്ട് 960 കൊടുക്കും. 960 കൊടുക്കും. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ അത്രേ ഉള്ളൂ. ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞേരെ. ലൊക്കേഷൻ ആലുവ അങ്കമാലി എയർപോർട്ടിന്റെ പുറകിലായിട്ട് വരും. ശ്രീമൂലകരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശ്രീമൂലകരം. നമ്പർ ഞാൻ കൊടുത്തേക്കാം. വിളിക്കുക, വരിക, വണ്ടി കാണുക, ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ ഓക്കെ കേട്ടോ. ശരി.